ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന എമ്പുരാന്റെ പതിവ് പോലുള്ള ഏറ്റവും പുതിയ ക്യാരക്ടർ പോസ്റ്റർ ഒപ്പം തന്നെ വീഡിയോ എല്ലാം തന്നെ ഇന്നും പുറത്തു വന്നിരിക്കുകയാണ്. ലൂസിഫർ സിനിമയിൽ അഭിനയിച്ച ഭാര്യ ഭർത്താവ് വേഷങ്ങളിൽ എത്തിയ സഞ്ജീവ് കുമാർ ഒപ്പം തന്നെ അരുന്ധതി സഞ്ജീവ് എന്നിവരെ അവതരിപ്പിച്ച ജിജോ ജോൺ ഒപ്പം തന്നെ നൈല ഉഷ എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സും ഒപ്പം തന്നെ വീഡിയോ ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന പുതിയ കാസ്റ്റ് അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കഴിഞ്ഞ ദിവസം ഒരു മലയാളം സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. അത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടേതാണ്. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ് തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമ അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ അടുത്ത ത്രില്ലർ സിനിമയാണ്. ചിത്രത്തിന്റെ ട്രെയിലറിന് നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. ടൊവിനോ നിർമ്മിച്ച ബേസൽ ജോസഫ് നായകനെത്തുന്ന മലയാളം സിനിമയാണ് മരണമാസ്. ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമ ഈ വർഷം പകുതിയോടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് അണിയറയിൽ ഒരുങ്ങുന്നു എന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മരണമാസ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുവാനായിട്ട് കാത്തിരിക്കാം. നേരത്തെ ഏപ്രിൽ 10 തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച തമിഴ് സിനിമയാണല്ലോ ഗുഡ് ബാഡ് അഗ്ലി. അജിത് നായകനെത്തുന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരുന്നിട്ടും ഏപ്രിൽ 10 നിന്നും പിന്മാറില്ല എന്ന് ധനുഷിന്റെ ഇഡ്ലിക്കടൈ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഇന്നിപ്പോഴത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇഡ്ലിക്കടൈ ആ റിലീസിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ധനുഷ് തന്നെ സംവിധാനം ചെയ്യുന്ന ഇഡ്ലിക്കടൈ നിലവിൽ ഓഗസ്റ്റ് മാസത്തിലേക്കാണ് റിലീസ് നീട്ടിയിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ 2 സിനിമകളുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിലൊന്ന് ജിത്തു ജോസഫ് പൃഥ്വിരാജ് കോംബോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ്. മറ്റൊന്ന് നോബഡി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആണ്. കെട്ടിയോളാണിന്റെ മാലാഖ, റോഷാക്ക് എന്നീ സിനിമകൾ ഒരുക്കിയ നിസാം ബഷീർ സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന നോബഡിയുടെ ചിത്രീകരണം ഏപ്രിൽ ആദ്യ ആഴ്ച ആരംഭിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എമ്പുരാന്റെ റിലീസിന് ശേഷമുള്ള പൃഥ്വിരാജിന്റെ അടുത്ത സിനിമ കൂടിയാണ് ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്ന നോബഡി. ഡൊമിനിക്കിന് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മലയാളം സിനിമയാണ് മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത വിനായകൻ കൂടി അഭിനയിക്കുന്ന മലയാളം സിനിമ. ഷൂട്ടിംഗ് പൂർത്തിയായിട്ട് ഒരുപാടായെങ്കിൽ പോലും ഇനിയും സിനിമയുടെ ടൈറ്റിൽ ഉൾപ്പെടെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. ഡൊമിനിക്കിന്റെ റിലീസിന് ശേഷം ടൈറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോഴത്തെ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിക്കാൻ സമയമായിരിക്കുകയാണ്. കളം കാവൽ എന്നാണ് സിനിമയുടെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് റൂമേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ടൈറ്റിൽ പ്രഖ്യാപന ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം.